പ്രീ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വീഡിയോസിനേക്കാളും കൂടുതൽ ഇറ്റ് ഇസ് മോർ ലൈക്ക് പ്രൈവറ്റ് സ്പേസിൽ സ്വന്തം ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫോ അവരുടെ വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവും. ഈ ബോയ്ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് ഓൺ സൈറ്റ്സിൽ സെല് ചെയ്യാണ് ഡെഫിനറ്റ്ലി വിത്ത് ഫോർ മണി. എല്ലാം തുറന്നു കാണിച്ച മിന്നും താരം ബോളിവുഡില് മലയാളക്കര വന്നപ്പോ MG റോഡ് ബ്ലോക്ക് ആയിരുന്നു. അയാളുടെ പേര് ടോം എന്നാണ്. അവൻ ഇങ്ങനെ പതുക്കെ ഒളിഞ്ഞു നോക്കി ഈ ഹോളി കൂടെ ഇവൻ ഓരോ ഫ്ലോർ നടക്കുക. സാറ് പറഞ്ഞതുപോലെ രതിസങ്കല്പങ്ങൾ കൊത്തിവെച്ച അമ്പലങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പഴയ കാലഘട്ടത്തെ പോലെ അല്ല ഇന്നത്തെ തലമുറ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാരാണ് കുറച്ച് കഴപ്പ് കൂടുതൽ. സോറി ഓപ്പൺ ആയി പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര പുതിയ സംഭവം അല്ല. ഇറ്റ്സ് വെരി കോമൺ നൗ ഡേയ്സ് സെല്ലിംഗ് ന്യൂഡിറ്റി. എവരിവൺ ഈസ് ഡൂയിങ് ഇറ്റ്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ്. ഐ ആം നോട്ട് സേയിങ് സോറി എവരിവൺ അല്ല, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. പക്ഷെ സമ്മതമില്ലാണ്ട് ചെയ്തത് ഇറ്റ് ഈസ് വെരി ബാഡ്. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സർവേ വൈസ് ഞാൻ പറയാണ്, ഇപ്പൊ ഈവൻ ഇൻ പോൺ സൈറ്റ്സ് പ്രൊഡക്ഷൻ വൈസ് ഫുൾ ഷൂട്ട് ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വീഡിയോസിനേക്കാളും കൂടുതൽ ഇറ്റ് ഇസ് മോർ ലൈക്ക് പ്രൈവറ്റ് സ്പേസിൽ സ്വന്തം ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫോ അവരുടെ വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. വീഡിയോസ് മോസ്റ്റ്ലി ദാറ്റ് ടു ഇസ് ദേർ. റെസ്പോൺസ് കൂടുതലാണ്. ആൻഡ് യെസ് ഓഫ് കോഴ്സ് ദേ ബോത്ത് രണ്ടുപേരും ഓക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. മേ ബി ദ ബോയ്ഫ്രണ്ട് ചിലപ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും സാർ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യാൻ വിചാരിക്കും. ഐ ഡോണ്ട് തിങ്ക് കറക്റ്റ് ആയിട്ടായിരിക്കുന്നില്ല. ഒരു വശമുണ്ട്. അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറയാൻ വന്നൊരു കാര്യം. പക്ഷെ മോസ്റ്റ് വീഡിയോസിൽ കാണുമ്പോഴും ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബോയ്ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് ഓൺ സൈറ്റ്സിൽ സെല് ചെയ്യാണ് ഡെഫിനറ്റ്ലി വിത്ത് ഫോർ മണി ദേ ആർ ഡൂയിങ് ഇറ്റ്. അല്ലാണ്ട് വെറുതെ അവർക്ക് തന്നെ കാണണം എന്നുള്ള രീതിയിലാണെങ്കിൽ അവർ തന്നെ ഫോണിലിരുന്ന് കണ്ടാൽ പോരെ ചെയ്തിട്ട്. പക്ഷെ ഇഫ് ദേ ആർ അപ്ലോഡിങ് ഇറ്റ് ഡെഫിനറ്റ്ലി അവരുടെ ബെനിഫിറ്റ് സൈഡും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് രണ്ടുപേരുടെയും സമ്മതപൂർവ്വമാണെങ്കിൽ ഓക്കെ ദേ ക്യാൻ ഷെയർ ദ മണി. അതല്ലാണ്ട് ഒരാളുടെ സൈഡ് മാത്രം എടുത്തിട്ട് അവരുടെ പേർപ്പസിന് വേണ്ടി കുറെ കേട്ടിട്ടുണ്ട്. ലൈക്ക് എന്നെ ഇങ്ങനെ ഉപയോഗിച്ച് കളഞ്ഞു ആൻഡ് അത് ഇതിനു വേണ്ടി യൂസ് ചെയ്തു. അതൊക്കെ വളരെ റോങ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും എല്ലാം അവൈലബിൾ ആണ്. സൈക്കോളജിയെ പറ്റി നമുക്കൊരു കാര്യം നേരെ കാണാനാണോ എന്ത് കാര്യവും അത് ഒളിഞ്ഞിരുന്ന് കാണാനാണോ ഇഷ്ടം? ഈ ബിഗ് ബോസ് ഒക്കെ വരുന്ന പോലെ അപ്പുറത്തെ അടി കാണാൻ എല്ലാം തുറന്നു കാണിച്ച ഒരു വലിയ താരം മിന്നും താരം ബോളിവുഡില് മലയാളക്കര വന്നപ്പോ MG റോഡ് ബ്ലോക്ക് ആയിരുന്നു. അവരെ വെച്ചിട്ട് അവരുടെ ഒന്നും കാണാത്ത ഒരു മലയാളി ഇല്ല. അല്ല അവര് ഹൈഡ് ചെയ്തു. അവരുടെ ബോഡി അവര് ഹൈഡ് ചെയ്തു. അല്ല ഇപ്പൊ മലയാളത്തിൽ നമുക്ക് മഞ്ജു വാര്യറിനേക്കാൾ വലിയൊരു നായിക മലയാളത്തിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ മഞ്ജു വാര്യർ വന്നാൽ കൂടുന്നതിന്റെ 5 ഇരട്ടി ആൾക്കാർ ബ്ലോക്കായി. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒളിഞ്ഞു നോട്ടത്തെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള സംഗതിയാണ്. അത് ഈ ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനത്തെ വീഡിയോസിലാണ് കൂടുതൽ വ്യൂസും എൻഗേജ്മെന്റും കൂടുതൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഓൺലി ഫാൻസ് ഒക്കെ പോലുള്ള OTT പ്ലാറ്റ്ഫോമിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. വെബ്സൈറ്റ് അല്ലേ? വെബ്സൈറ്റ് ഓൺലി ഫാൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റ് പിന്നെ കുക്കിങ്ങും മറ്റു സാധനങ്ങളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ 20% കമ്മീഷനും ഉണ്ട്. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല കച്ചവടം ഇപ്പൊ. അപ്പൊ ഇത് എന്താ വെച്ചാല് 18ാം നൂറ്റാണ്ടിൽ ലേഡി ഗോഡിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസസ്, ഒരു രാജ്ഞി. അപ്പോ 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് രാജാവാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ടാക്സ് ഈടാക്കുന്നതിനെ കുറിച്ച് ഒരു വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ഇവര് പറഞ്ഞു അത് മോശമായി പോയി, അത്രയും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനത് കുറയ്ക്കാം. പക്ഷെ ആ നഗരത്തിൽ ഒരു നഗരമുണ്ട്, ആ സിറ്റിയിലൂടെ നഗ്നയായി കുതിരപ്പുറത്ത് യാത്ര ചെയ്യണം, അങ്ങനെയാണ് ഞാനത് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് തയ്യാറായി. അവർ നഗ്നയായിട്ട് പോയപ്പോൾ ആരും രാജ്ഞിയല്ലേ കാണാൻ പോലും പാടില്ലല്ലോ, എല്ലാവരും വാതിലടച്ച് ദൈവമേ പ്രാർത്ഥിച്ചിരുന്നു, ഒരാളും കണ്ടുപോയിരുന്നു. പക്ഷെ ഒരു ടൈലർ ആരും കാണാതെ, അയാളുടെ പേര് ടോം എന്നാണ്, അവൻ ഇങ്ങനെ പതുക്കെ ഒളിഞ്ഞു നോക്കി. അങ്ങനെയാണ് പീപ്പിംഗ് ടോം എന്ന വാക്കുണ്ടായത്, ഒളിഞ്ഞു നോട്ടക്കാരൻ എന്ന വാക്കുണ്ടായത്. പക്ഷെ ഇത് ഈ ഒരു സാധനം ചരിത്രപരമായി, പക്ഷെ അതിനൊരു വലിയൊരു തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷെ ഒരു വലിയ നിരീക്ഷണമുണ്ട്. ഇംഗ്ലീഷുകാർ ലോകം മുഴുവൻ യാത്ര ചെയ്ത് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു. ഇവിടെ മാറുമറക്കാത്ത സ്ത്രീകളുണ്ടായിരുന്ന സ്ഥലമാണിത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒളിഞ്ഞോട്ടക്കാരെ മലയാളി മാറിയത്? ഇവൻ ഇതിവിടെ കൊണ്ട് തന്നിട്ട് പോയി, ഈ സാധനം നമുക്ക് തന്നിട്ട് പോയി. ഈ പീപ്പിംഗ് ടോം പരിപാടി അവൻ നിർത്തി, പക്ഷെ നമുക്കിപ്പോഴും അതിന്റെ ഹാങ് ഓവർ നമ്മൾ നടക്കുക. റോബി, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തിട്ട് ഒരു
പെട്ടെന്ന് ഈ പീപ്പിങ്ങിന് വന്നപ്പോൾ എനിക്ക് ഹോട്ടലുകളുണ്ട് കൊച്ചിയിൽ. നമുക്കൊക്കെ CCTV ക്യാമറകളുണ്ട്. ഒരു ദിവസം ഒരു കംപ്ലൈൻറ്റ് കയറി വരുന്നു എൻ്റെ ഒരു സ്ഥലത്തുള്ളൊരു ഹോട്ടലിൽ. ഈ പീപ്പിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ഒരു സ്ത്രീ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. അവിടെ ആരോ ഈ ഡോറയിൽ രാത്രി നോക്കിയതല്ല, ഇങ്ങനെ ആർത്തലച്ച് വീണോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം നോർമലാന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ CCTV മുഴുവൻ ചെക്ക് ചെയ്തു. മുഴുവൻ അത് ഓടിക്കാൻ തുടങ്ങിയാണ്. ആൻഡ് ഇറ്റ് വാസ് ഷോക്കിംഗ്. എനിക്കറിയാവുന്ന ഒരാൾ, ഞങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്, അദ്ദേഹം ഈ കീ ഹോളിൽ കൂടെ ഇവൻ ഓരോ ഫ്ലോർ നടക്കുക. എന്നിട്ട് ഇതിൽ കൂടെ ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളെങ്കിൽ, കാരണം ഇവനറിയില്ലല്ലോ സ്ത്രീയാണോ പുരുഷാണെന്ന് അറിയില്ല, പുരുഷാണെങ്കിൽ അവിടെ പെട്ടത് പോകും. സ്ത്രീ ആണെങ്കിൽ അയാൾ ഈ കാല് തെന്നിപ്പോഴേ യാർ തലച്ച് ഡോറിലേക്ക് വിടുന്നത്. പൊക്കിയിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. ബിക്കോസ് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കുന്നത് മാത്രമല്ല, ഇറ്റ്സ് ബാഡ് ഫോർ മീ. എന്റെ ഇമേജ് ഒരു സ്ത്രീ പിന്നെ അവിടെ ഒന്നും താമസിക്കില്ല, ധൈര്യപ്പെടില്ല. അപ്പൊ ആരും അറിയാതെ തന്നെ എന്നുള്ളതും ഒരു ചില ആൾക്കാരുടെ മാനസിക എന്താണ് രോഗം എന്ന് ഞാൻ പറയും, വൈകല്യം. അല്ല മാഷേ, പോലീസിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ അതിലും ഏറ്റവും വേണ്ടത് അതാണ്. ശരിക്കും പറഞ്ഞാല് ബസ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ സവാദിന്റെ കാര്യം കേട്ടു. നമ്മൾ ആദ്യം ഓർത്തു അത് പെണ്ണിന്റെ ഇതെന്താണെന്നറിയോ, മാനസിക വൈകല്യത്തിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു രൂപീകൃത, അതൊരു നമ്മൾ അത് ഓക്കെ. അതിന് നമ്മളിപ്പോ ഇതിനൊരു തലമുറ മാറ്റത്തിന്റെ ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചും ഞാനിപ്പോൾ പ്രശാന്തിനെ ഈ ചർച്ചയിലേക്ക് വിളിച്ചപ്പോൾ നമ്മൾ ഈ ചർച്ച കോർഡിനേറ്റ് ചെയ്തപ്പോഴും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം, നമ്മുടെ സ്വകാര്യത വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരു അതിശയോക്തി നിറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളതിൻ്റെ ചർച്ചയിലേക്ക് എത്തിയപ്പം റോബിൻ ചേട്ടനായാലും ജോളിച്ചാനായാലും ഒക്കെ പറയുന്നതിൻ്റെ, ഈവൻ അതുല്യ പറയുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഈ തലമുറയിലേക്ക് നമ്മൾ ലൈംഗികതയും സ്വകാര്യതയെയും മറ്റൊരു പറമ്പിലേക്ക് പറിച്ചു നട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാറ് പറഞ്ഞു ഭയങ്കര എന്താ പറയുക, ചിന്താമണ്ഡലം ചൂട് പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാറ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് സാറ് പറഞ്ഞതുപോലെ രതി സങ്കല്പങ്ങൾ കൊത്തിവെച്ച അമ്പലങ്ങളും ഇതുമൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പഴയ കാലഘട്ടത്തെ പോലെ അല്ല ഇന്നത്തെ തലമുറ. അതെന്താന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് അതിൻ്റെ വീടിലുള്ള പശ്ചാത്തലമാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടാകുന്നതും. സാറിനറിയാലോ, മെട്രോയിൽ കയറിയാൽ പോലും നമുക്ക് കണ്ണുപൊത്തി നിൽക്കേണ്ട ഗതികേടാണ് വരുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഇത്, അവരെ നമ്മൾ ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിന്റെ കീഴിലായിരുന്നു നമ്മൾ എന്താ പറയുക, മാതാപിതാക്കൾ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മീഡിയകളും മൊബൈൽ ഫോണിന്റെ ഉപയോഗമൊക്കെ ഒരു പരിധി വരെ, ഈവൻ സിനിമ ഉൾപ്പെടെ സീരിയൽ ഉൾപ്പെടെ ഒരു പരിധി വരെ കുട്ടികളെ ഒരു പ്രത്യേക ഭാവതലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അല്ല, ഇത് തെറ്റാണെന്ന് അതിൽ ഞാൻ പറയാണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാരാണ് കുറച്ച് കഴപ്പ് കൂടുതൽ. സോറി, ഓപ്പൺ ആയി പറയാം. ബിക്കോസ് ബസ്സിൽ പോകുമ്പോൾ പറയുന്നില്ല, എനിക്ക് കൂടുതൽ തോണ്ടലും പിടിക്കുന്ന കിട്ടില്ല വല്ല 60 വയസ്സിന് മേലെ അപ്പാപ്പന്മാരുടെ സൈഡിൽ സീരിയസ്. എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എന്റെ ചേച്ചിന്റെ, ഐ ബിലീവ് ദാറ്റ് മോസ്റ്റ്ലി എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി സെക്ഷുവലി അസോൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഐ ഹാവ് ബീൻ വിത്ത് എന്റെ ഓൺ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആൾക്കാർ ആ സൈഡ് വരെ ഐ ഹാവ് ബീൻ ഇൻ ത്രൂ ദാറ്റ് സിറ്റുവേഷൻ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ, ഈവൻ എന്റെ ചേച്ചിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു തിയേറ്ററിൽ വെച്ചിട്ട്. എക്സാക്ട്ലി ഒരു അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഒരു അമ്മാവൻ പോലത്തെ ഒരാള്. അയാൾക്ക് മുമ്പത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർ ഡെസ്പറേറ്റ് അല്ല, ദേ ആർ ഗെറ്റിംഗ് ഇറ്റ്. ഇഷ്യൂ വരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂ മാത്രമാണ്, അല്ലാണ്ട് ഇഫ് ദേ വോണ്ട് ഇറ്റ് ദേ ആർ ഗെറ്റിംഗ് ഇറ്റ്. അവർക്ക് വേണ്ട സംഭവങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സൈബർ ഇഷ്യൂസിലാണ് പ്രശ്നങ്ങൾ വരുന്നത്, ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ പറയുക, ഇപ്പോ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ അറിയത്തില്ല, ആപ്പ് കോൾ ടെലിഗ്രാം. അതില് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഒരു ഗ്രൂപ്പ് മാറിക്കൊണ്ടേയിരിക്കും. സോ ഈ ഗ്രൂപ്പില് ഐ തിങ്ക് ഈ ഇടയ്ക്ക് വന്നൊരു ഇതില് 5000+ മെയിൽ ഇതുണ്ട്, ആൾക്കാരുണ്ട്. അതില് നമ്മൾ ജോയിൻ ചെയ്യാൻ 300 രൂപ കൊടുക്കണം. 300 × 5000 ആണുങ്ങളാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ 300 രൂപ 5000 പേര് കൊടുക്കുമായിരിക്കും. അതിലെങ്ങനെയാ ചെയ്യുന്ന, ഇവര് ഡെയിലി കാണുന്ന ആൾക്കാരിൽ ഫോട്ടോ കൊടുക്കും. ലൈക്ക് ഇപ്പോൾ ബസ്സിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്ത്രീനെ കണ്ടുകഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യും.
ഇതില് കാണുന്ന ഒരു മനസ്സുഖാണ് ഇവർക്ക് കിട്ടുന്നത്. ജീസസ്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അതിനേക്കാളും വേഴ്സ്റ്റ് പാർട്ട് ഇസ് ഓൺ സിസ്റ്റർ, ഓൺ മദർ, അവരുടെ പിക്ചേഴ്സ് വരെ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ യൂഷ്വലായി അല്ലേ? ഇറ്റ് ഈസ് വെരി ആൻഡ് ആ 5000 പേര് ഇത് കാണാൻ നിൽക്കുന്നുണ്ട്. സോ ഇമാജിൻ ദ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ.